അതിനാ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവരും തമ്മിൽ നടത്തിയത്, തന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബൈറ്റുകൾ അല്ലെങ്കിൽ വിളിച്ചു പറയലുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായൊക്കെയാണ് ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അദ്ദേഹം ഇത് വെച്ചുകൊണ്ടാണ് ജാമ്യത്തിന് അപേക്ഷിക്കുന്നത്. ശരിക്കും അതായത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണോ നടന്നിരിക്കുന്നത്? ഈ പരാതികളിൽ അങ്ങനെയല്ലല്ലോ കാണുന്നത്. പരാതിക്കകത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഉഭയസമ്മതത്തോടെ ഉള്ളതെന്നൊന്നുമല്ല. കൃത്യമായി ഇയാള് ഇതിനു വേണ്ടിയിട്ടാണ് വിളിച്ചു കൊണ്ടുപോകുന്നതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചെന്നപ്പോഴത്തേക്കും കടന്നു പിടിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മുഖത്ത് തുപ്പ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ മുഖത്ത് തുപ്പാൻ ഞാൻ ഒരാൾക്ക് അനുവാദം കൊടുക്കില്ല. അതേപോലെ വൈൽഡ് സെക്സ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ കടന്നു പിടിക്കുന്ന ഒരാളോട് പിടിച്ചോളൂ എന്ന് എന്തായാലും ആ ഒരു സാഹചര്യം മനസ്സിലാക്കണം. അതായത് കരുതിക്കൂട്ടി പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ഒരാളാണ്, അത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ വെച്ച് കാണാൻ കഴിയില്ല. ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്നു, ഹോട്ടൽ മുറി ലോക്ക് ചെയ്യുന്നു, അവിടെ നിന്നും ശരീരത്ത് തുപ്പുന്നു, മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു മാക്സിമം ഉണ്ട്. അത് ഫിസിക്കലി രണ്ടും രണ്ട് തലമാണ്. പിന്നെ ഇത് മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയാണെന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം നടത്തിയിരിക്കുന്നത് ഇത് ഫേക്ക് കൺസെൻറ്റ് നേടിയെടുക്കാനുള്ള ശ്രമത്തിലൂടെയല്ലേ അദ്ദേഹം ഇത്തരം വിക്രയങ്ങൾ ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൃത്യമായിട്ടൊരു ധാരണയുണ്ടാവും. കാരണം ഇതിന് മുമ്പുള്ള 2 കേസുകളും അയാൾ എങ്ങനെയാണോ പുറത്തു വന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആദ്യത്തെ കേസ് അനുസരിച്ച് അയാളെ പിടിക്കില്ലാത്തൊരു ധാരണ അയാൾക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ ഒളിവിൽ പോയില്ലെങ്കിൽ മേ ബി ഒന്ന് അറസ്റ്റ് ചെയ്താലോ എന്നൊരു ഭയം കൊണ്ട് അയാൾ ആ കേസ് അറിഞ്ഞപ്പോൾ തന്നെ ഒളിവിൽ പോയി കൃത്യമായിട്ടുള്ള നിയമോപദേശം തേടി അതിനുശേഷം ഹർജി കൊടുത്തു, ജാമ്യം കിട്ടി. ഇപ്പൊ ഈ ഒരു 3ാമത്തെ കേസിലാണെങ്കിലും ഈ പറയുന്ന ആൾക്കെതിരെ അല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഇയാളുടെ പക്കലുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് യാതൊരു ക്ലൂവും കൊടുക്കാതെ സീക്രട്ട് ആയിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയാളെ പുറത്തുനിന്ന് സഹായിക്കാൻ വൻ ശക്തികളുണ്ടാവും. ഇവരെ സ്വാധീനിക്കാനാണെങ്കിലും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇത് വളരെ ഈ ഒരു കേസ് ഒന്നും സ്വാധീനിക്കാതെ വളരെ സത്യസന്ധമായി തന്നെ അന്വേഷിച്ചു പോവുകയാണ് എങ്കിൽ നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഒരു മികച്ച ശിക്ഷ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇയാൾക്ക് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻസ്, നിങ്ങൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ അയാളുടെ മുഖത്തൊരു ഭയം കാണുന്നില്ല. അയാൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാമെന്നുള്ളതാണ് സത്യാവസ്ഥ. 1-2 കേസുകളിൽ പ്ലാനിങ് നടക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിലിനകത്തേക്ക് റിമാൻഡ് ആയിപ്പെട്ടാലും അല്ലെങ്കിൽ ശിക്ഷ വിധിക്കപ്പെട്ടാലും പരാതികളുടെ ശ്രേണി അവിടെ അവസാനിക്കില്ല. രാഹുലിന്റെ ഇതിനു മുൻപുള്ള ഈ പറയുന്ന മാധ്യമങ്ങളെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. തുടക്ക സമയത്ത് ആരോപണങ്ങൾ വരുന്ന സമയത്ത്, കാരണം പരാതികളൊന്നും എത്താതിരുന്ന സമയത്ത്, ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കായിരുന്നു എത്തുന്നത്. അതിനു മുൻപ് മാങ്കൂട്ടത്തിന്റെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള മീഡിയ മീറ്റപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യമാണ്, എനിക്കെതിരെ ഒന്നും വരില്ല. കാരണം എനിക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ അവർക്കെതിരെ എന്റെ പക്കൽ തെളിവുകളുണ്ട്. അതിനകത്തിൽ 1-2 തെളിവുകൾ മാത്രം ഈ പറയുന്ന ട്രാൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു തന്റെ പക്കലുള്ള ഒരു തെളിവും രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വിട്ടത്. ബാക്കി ഒരു അതിജീവിതക്കെതിരെയും ഇയാൾ ഒരു തെളിവുകളും പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ഇയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പക്കലും തെളിവുകളുണ്ട്. കാരണം എന്റെ ഭാഗത്തേക്ക് എനിക്ക് ശിക്ഷ കിട്ടുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടയ്ക്കുന്ന രീതിയിൽ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിൽ കോടതിയിലേക്കുള്ള അല്ലെങ്കിൽ കോടതിയിൽ ഈ കേസ് എത്തിപ്പെട്ട് കഴിഞ്ഞാലും അതിനുള്ള ലൂപ്പ് ഹോളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടെന്നുള്ള മാനിപ്പുലേറ്റഡ് കൺസെന്റ് മാത്രമല്ല, ഈ പ്രധാനമായും ഈ 3 കേസുകളിലും അല്ലെങ്കിൽ 2 കേസുകളിലും ഉയർന്നു കാട്ടുന്ന വിഷയം എന്ന് വെച്ചാൽ നിർബന്ധിത ഗർഭഛിദ്രം. അതിൽ നിന്ന് ഊരി വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. ബാക്കി ഇപ്പം കൺസെന്റോട് കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പറഞ്ഞാൽ ക്ലോസ് ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അതേപോലെ ഈ ഇപ്പോൾ 10,000 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കാനായി പൈസ കടമായിട്ടോ അല്ലെങ്കിൽ പറ്റിച്ചോ വാങ്ങിക്കുന്നു, പണം തട്ടിയെടുക്കുന്നു, വിലപിടിപ്പുള്ള വസ്തുക്കൾ തട്ടിയെടുക്കുന്നു. പിന്നെ നോക്കൂ, ഒരു പെൺകുട്ടിയെ മുഖത്ത് തുപ്പുക, അടിക്കുക, ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മർദ്ദിക്കുക എന്ന് പറയുന്നത് അത് ആ കേസുകളിൽ നിന്നൊന്നും ഇപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കായികപരമായി ആക്രമിക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്നേഹം നടിച്ച ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിക്കുക, അവരുടെ മുഖത്ത് തുപ്പുക എന്ന് പറയുന്നതൊക്കെ അതിലെവിടെയാണ് ലൂപ്പോൾ ലഭിക്കുന്നതെന്ന് ഈ കേസിൽ ഇതിനകത്തിലൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വളരെ സന്തോഷവതിയായിട്ട് താൻ ഗർഭം ധരിച്ചു എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ഇയാൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നത്. ഈ പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ വളരെ അവശയായിരിക്കണം.
കാരണം ഇവർ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടമല്ല അവർ റൂമിനകത്ത് കണ്ടത്. കാരണം ഇവരെ പ്രണയത്തോട് സംസാരിച്ച് അല്ലെങ്കിൽ പ്രണയത്തോട് ഇടപെട്ടിരുന്ന അത്ര സൗമ്യനല്ല, അത്ര സ്നേഹമുള്ള ഒരാളല്ല. മുഖത്ത് തുപ്പുന്ന ഒരാളെ അല്ലെങ്കിൽ തന്നെ അത്രത്തോളം മർദ്ദിച്ച് വൈൽഡ് സെക്സ് ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തോടെ വിളിച്ചിട്ട് രാഹുലെ ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? എന്റെ മുഖത്ത് തുപ്പുന്ന ഒരാളെ എനിക്ക് പിന്നീട് അവരുടെ മുഖത്ത് പോലും നോക്കാൻ അല്ലെങ്കിൽ അവരെ കാണുന്നത് പോലും വെറുപ്പായിരിക്കും. ആ രീതിയിൽ എന്ത് തരത്തിലുള്ള മാനസിക അവസ്ഥയിലായിരിക്കും അവർ പിന്നീട് കടന്നു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെ ആവില്ലേ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന രീതിയിൽ കോടതിയിലേക്ക് പറയാൻ വന്നത്? ഞാൻ അത്രത്തോളം പീഡിപ്പിച്ച, ഞാൻ അത്രത്തോളം അവരെ മാനസികപരമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ എന്തിനാണ് എന്നെ സന്തോഷപരമായിട്ട് വിളിച്ച് ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്? ഇങ്ങനൊരു ചോദ്യമല്ല. ഈ തരത്തില് ഒരുപാട് ലൂപ്പ് ഹോളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഈ മർദ്ദിച്ചത് അല്ലെങ്കിൽ മുഖത്ത് തുപ്പിയത്, അടിച്ചത്, കഴിഞ്ഞ ആദ്യത്തെ അതിജീവിതം നൽകിയ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതെല്ലാം തന്നെ വ്യാജമായി നിലനിൽക്കും, അതിലെല്ലാം ലൂപ്പ് ഹോളുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ലൂപ്പ് ഹോളുകൾ കൃത്യമായി രാഹുലിന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആണ് അയാളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന രീതിയിൽ ഭ്രൂണം ഉണ്ടെന്ന് പറയുന്നുണ്ട്, DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കൃത്യമായി ഇയാളുടെ ആണെന്ന് തെളിയും. ഇതെല്ലാം ഇയാൾക്കും അറിയാം. ഇതൊക്കെ തെളിയും, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരും, തന്നെ വീണ്ടും പ്രതി ചേർക്കപ്പെടും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് വളരെ കൂളായിട്ട് പെരുമാറാൻ അവരുടെ ഒരു മാനസിക അവസ്ഥ മാറില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാനസിക നില തെറ്റിയ, ഒന്നും ചെയ്യാനാകാത്ത ഒരു പ്രതിയുടെ ജൽപ്പനങ്ങളാണ് അദ്ദേഹം കാട്ടിക്കൊണ്ട് ഇരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അസാമാന്യ ചർമ്മബലമുള്ള അദ്ദേഹം ഈ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരും, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴുമെല്ലാം ഇത്രയും ഒരു സൈക്കോപാത്തിനെ കണക്ക്, നമുക്ക് അമേരിക്കൻ അതേപോലെയുള്ള ഒരു സൈക്കോപാത്തിനെ കണക്ക് ചിരിച്ചുകൊണ്ട് ഈ വിഷയത്തെ എല്ലാം നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മളുടെ കാലത്തും നമ്മൾ ചരിത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞാലും ഇത്രയും ഹീനമായ, വികൃതമായ രീതിയിൽ ഒരു സ്ത്രീപീഡന ആരോപണം അല്ലെങ്കിൽ സ്ത്രീപീഡനം നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ സമഗ്ര മേഖലയിൽ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയില്ല. രാഹുലിനെ നമുക്കൊരു കൗശലക്കാരനായിട്ട് കണക്കാക്കാൻ പറ്റും. വളരെ കൗശലപരമായിട്ടാണ് അയാൾ കാര്യങ്ങൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇയാളുടെ പക്കലും ഈ പരാതികൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പരാതികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാവർക്കും എതിരെയുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കേസുകൾ കോടതിയിൽ വലിയ രീതിയിൽ നിലനിൽക്കാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുണ്ടായിരിക്കാം. ഈ ഫെനി നയനാന്റെ ഒക്കെ പേര് പറയുന്നുണ്ടല്ലോ, അതേപോലെ ഫെനി നയനാന്റെ പേര് മാത്രം അതിനകത്ത് ഉൾപ്പെട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കെവിൻ ചിന്തിച്ചിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാള് ഈ പറയുന്ന ഫെനി നയനാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. അതിന്റെ അപ്പുറത്തേക്ക് രാഹുലിനെ സഹായിക്കുന്ന ഒരുപാട് വൻ ശക്തികളുണ്ട്. അതൊന്നും ഒരിക്കലും രാഹുലിനെ ജയിലിലേക്ക് പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 10 വർഷം 20 വർഷം ഇത്രയുള്ള തടവുകൾക്കൊക്കെ പറഞ്ഞു വിടാനൊരു സാഹചര്യത്തിലേക്കൊന്നും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നമ്മുടെ സബ് എഡിറ്ററായിട്ടുള്ള ഹർഷയോട് ഈ കാര്യം സംസാരിച്ചത്. അതായത് ഒരു സാമാന്യം ഒരു മീഡിയം ലെവലിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന ഒരു പൊതുപ്രവർത്തകൻ വരുന്നു, നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നാവായി മാറുന്നു, ഒരു ഘട്ടത്തിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്നു, MLA ആകുന്നു, ഒരു ശരാശരി സാമ്പത്തിക വ്യവസ്ഥ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിലേക്ക് പോകുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന കാറുകൾ, വാഹനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ റിനോവേഷൻ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ എന്താണെന്ന് എനിക്ക് മാതിരിക്കൊക്കെ അറിയാം. എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്തരത്തിൽ പാർട്ണർഷിപ്പുകളുണ്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടായി, ഈ ഒളിവ് കാലം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മുൻകൂർ ജാമ്യാപേക്ഷ, ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫണ്ടുകൾ, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കോക്കസ് ഗ്രൂപ്പ്, ഒരു മാഫിയ ടീം കേരളത്തിന് ഇദ്ദേഹത്തിന് അന്തർ സംസ്ഥാനങ്ങളിൽ സുരക്ഷ ഒഴുക്കാനായിട്ടൊരു ടീമുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു. ഇതിനൊക്കെ പണച്ചിലവുണ്ട്. അപ്പോൾ ഇത്രത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അടൂരിൽ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് വളർന്ന് വലുതായി ഉണ്ടാക്കിയെടുത്തൊരു, ഇതിന് പിന്നിൽ വേറൊരു സാമ്രാജ്യമുണ്ട്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ ഇതിനെ ബാക്കപ്പ് ചെയ്യുന്ന പോയിന്റുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ആതിര സൂചിപ്പിക്കുക തന്നെയാണ്, ഫെനി നയനാനിൽ നിൽക്കുന്നതല്ല, വേറെ ഏതൊക്കെ ക്ലസ്റ്റർ ഓഫ് പീപ്പിൾസിലേക്ക് ഇത് വ്യാപിച്ച് കടന്നിട്ടുണ്ട് എന്ന് കൃത്യമായ അന്വേഷണം വേണം. സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള ലൂപ്പ് ഹോളുകൾ തയ്യാറാണെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് കാര്യം. കാരണം അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള നീക്കങ്ങളാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ മജിസ്ട്രേറ്റിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ഈ കേസ് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്നത് രാജിവെക്കും, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിയാൽ ജയിലിലേക്ക് പോകുമെന്ന് പറയുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ അതിലേക്കാണ് എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ട്
പറയാറായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം കൃത്യമായിട്ട് ഇയാൾ പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യവും 70% നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അത് ഏത് രീതിയിലാണെന്നുള്ളത് കാരണം ഇപ്പോൾ SIT എല്ലാ തെളിവുകളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. ആദ്യ മൊഴികൾ അല്ലെങ്കിൽ ആദ്യ രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനകത്തിൽ കൃത്യമായി അയാൾക്ക് ഇതിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ.